രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടാറുണ്ട്. ആ ഒരു എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മോർണിംഗ് റൂട്ടീനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ നേടിയെടുക്കാനുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടത് വെച്ചാൽ രാത്രിയിൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ വ്യക്തമായിട്ടും ഒരു ടൈം ലൈൻ വെക്കുക, ആ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങുമുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അത് നിൽക്കുകയും അതുകൊണ്ട് രാവിലെ ആ കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് നേരത്തെ ആക്കുക. നമ്മളൊരു രാവിലെ 5 മണിക്കോ ഒരു 6 മണിക്കോ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനുള്ള ഒരു സമയം നമുക്ക് വേണം. അപ്പൊ അതിനുകൊണ്ട് രാത്രിയിലുള്ള ഭക്ഷണം കുറച്ചൊരു നേരത്തെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണം കഴിച്ച് 1 അവറിന് ശേഷം കിടക്കാൻ പോവുകയും അതുകൊണ്ട് ഒരു 6 to 8 അവർ നമുക്ക് ഉറങ്ങാൻ കഴിയുകയും അപ്പൊ അത് നല്ല രീതിയിൽ ഉറക്കം റെഡി ആവുകയും നല്ല എനർജിയോട് കൂടി രാവിലെ എഴുന്നേൽക്കാനും കഴിയുന്നതാണ്. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു കാര്യത്തിലേക്കുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു പ്രിപ്പയർ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് രാത്രിയിൽ ഡിജിറ്റലിൽ നിന്നും മാറി നിൽക്കുക. മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഈ എല്ലാ ഡിവൈസുകളിൽ നിന്നും ഇന്റർനെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉറങ്ങുന്നതിന് 1 അവർ മുന്നേ. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൂ ലൈറ്റുകളുടെ എഫക്റ്റ് നമ്മളെ ഉറക്കത്തെ ബാധിക്കാനും അതുപോലെ രാവിലെ എഴുന്നേൽക്കിനെ ബാധിക്കാനും ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു 1 അവർ മുന്നേ തന്നെ ഇതിൽ നിന്നും എല്ലാം മാറി നിൽക്കുകയും ചെയ്യുക. രാത്രിത്തെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി രാവിലെ നമ്മൾ എന്തെല്ലാം ചെയ്യാമെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. രാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു നോർമൽ വാട്ടർ കുടിക്കുക. അത് ഞാൻ ചെയ്യുന്ന ഒരു പേഴ്സണൽ ഹാബിറ്റ് കൂടിയാണ്. അത് രാവിലെ ഉടൻ തന്നെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അതിനുശേഷമുള്ള വാഷ്റൂമിൽ പോയിട്ട് പല്ല് തേക്കുന്നതിനെ പറ്റിയിട്ട് ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു 1 അവർ മൊബൈൽ ടച്ച് ചെയ്യാതിരിക്കുക. മൊബൈലിൽ ഇന്റർനെറ്റ് ഓൺ ആക്കാതെ മൊബൈലായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു 1 അവർ അത് മാറ്റി നിർത്തുക. ആ 1 അവറിൽ നമുക്ക് എല്ലാവർക്കും പല ആവശ്യങ്ങളും ഉണ്ട്. അത് നല്ല യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു 1 അവർ ആണ്. ആ ഒരു 1 അവറിലായിരിക്കും നമ്മളുടെ പ്രയർ. നമ്മൾ ദൈവവിശ്വാസിയാന്ന് വെച്ചാല് പ്രയറിനുള്ള സമയമാണ്. അതൊരു 20 മിനിറ്റ് ഓളം അത് മാറ്റി വെക്കുക. ഈ ഒരു 1 അവറിനെ നമുക്കൊരു ഡിഫറെന്റ് 20 മിനിറ്റ് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 20 മിനിറ്റ് ആണ് ഇതിന് പ്രയറിനുള്ള ടൈമുള്ളത്. അതിനുശേഷമുള്ള 20 മിനിറ്റ് നമ്മൾ റീഡിങ്ങിന് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പല വിധത്തിലുള്ള റീഡിങ് ബുക്സുകളുണ്ട്. അത് ചിലപ്പോൾ റിലീജിയസ് ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് പരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി പരമായിട്ടോ എന്തായാലും നമ്മളെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ആ ഒരു 20 മിനിറ്റിൽ നമ്മൾ വായിക്കുക. അതിന്റെ ശേഷമുള്ള 20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ എന്തെങ്കിലും ജേർണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ഡേയിലുള്ള ടു ഡു ലിസ്റ്റ് വേണമെങ്കിൽ അതല്ലെങ്കിൽ ഇന്നലെ നടന്നതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ ഡയറി പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാലോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. 20 മിനിറ്റ് റൈറ്റിംഗ്. അതിനുശേഷമുള്ള 20 മിനിറ്റ് ആണ് നമ്മൾ എക്സസൈസിന്. ഇത് എക്സസൈസ് തീരെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നോർമലി എല്ലാവരും ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് 1 അവറും അല്ലെങ്കിൽ 45 മിനിറ്റും ഒക്കെ എടുത്തിട്ടുണ്ടാവും. അതെല്ലാതും ചെയ്യുന്നതാണ് ഈ ഒരു 1 അവറിന്റെ ഉള്ളിൽ ഈ ഒരു 20 മിനിറ്റുള്ള ഒരു എക്സസൈസ് പറയുന്നത്. ആ ഒരു എക്സസൈസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു നമ്മൾ ഈ ഒരു എക്സസൈസ് അടക്കം ഈ ഒരു 4 കാര്യങ്ങളും 1 അവർ വീതം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതൊരു 1 വീക്കിലേക്കാകുമ്പോൾ അത് ഭയങ്കര അത് കോമ്പൗണ്ട് എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. അത് 1 മന്ത് ആകുമ്പോൾ അതിലും കൂടുതലായിട്ടുള്ള ബെനിഫിറ്റുകളാണ് കിട്ടുന്നത്. അത് 1 ഇയർ ആകുമ്പോൾ നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും ചേഞ്ചസ് വരും, അത് പല വിധത്തിലും. അപ്പൊ ഇതെല്ലാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ചില ദിവസങ്ങളിൽ നമുക്ക് കഴിയില്ല. എനിവേ മോസ്റ്റ് ഓഫ് ദി ഡേ വി ഷുഡ് ബി ട്രൈ അവർ സെൽഫ് ഈസ് ബെസ്റ്റ്. അപ്പം ഇതുപോലെ എല്ലാവരും രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. നമ്മൾ
ഈ സാധാരണ എഴുന്നേൽക്കുന്ന ഒരു 15 മിനിറ്റ് മുന്നേ നാളെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമ്മളുടെ എയിമായിട്ടുള്ള ഏതൊരു സമയമാണോ നമുക്ക് എഴുന്നേൽക്കുന്നത് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു സമയത്ത് എത്തുക. അപ്പൊ എല്ലാവർക്കും നല്ല മോർണിംഗ് റൂട്ടീൻ ഉണ്ടാവട്ടെ. നല്ല മോർണിംഗിൽ എല്ലാവർക്കും നേരത്തെ എഴുന്നേൽക്കാനും കഴിയട്ടെ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഇൻഫർമേഷനിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.